കഥ തുടരുന്നു. വിവാഹ ദിനത്തിൽ തന്നെ കോടതിയിൽ ഹാജരാകേണ്ട ദൗർഭാഗ്യവും ചാരുദത്തിനും മാളവികയ്ക്കും ഉണ്ടായി. എങ്കിലും കേസ് വിസ്തരിച്ച് പഠിച്ചതോടെ കോടതി അവർക്ക് മംഗളാശംസകൾ നേർന്നു. പെൺമോഷണത്തിനും വിവാഹ തട്ടിപ്പിനും പോലീസ് തേടിക്കൊണ്ടിരുന്ന ഒരു പിടികിട്ടാ പുള്ളിയായിരുന്നു മാളവികയുടെ ചിറ്റമ്മയുടെ സഹോദരനായ ശങ്കരൻകുട്ടി. അയാൾ അഴികൾക്കുള്ളിലായി. സ്വന്തം തൊഴിലിനോടനുബന്ധിച്ച് ലഭിച്ച അധികാരം ദുരുപയോഗപ്പെടുത്തിയതിൻ്റെ പേരിൽ സബ് ഇൻസ്പെക്ടർ രമേശ് കൃഷ്ണൻ സസ്പെൻഷനിലുമായി. എല്ലാം കഴിഞ്ഞ് പൂർണ്ണമായും സ്വതന്ത്രരായ ശേഷമാണ് ശാരദത്തൻ മാളവികയെ തൻ്റെ കിടക്കയിലേക്ക് ക്ഷണിച്ചത്. മാളു, ഇനി നമ്മുടെ ദിവസങ്ങൾ ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയാനുണ്ട്. നിസ്സാര കാര്യമാണ്, എങ്കിലും സത്യസന്ധമായ മറുപടി എനിക്ക് ആവശ്യമാണ്. ചാരുവേട്ടന് എന്തും ചോദിക്കാം, സത്യമേ ഞാൻ പറയൂ. ചോദ്യം കേൾക്കുമ്പോൾ പിണക്കം തോന്നുമോ? ചാരുവേട്ടനോട് ഞാൻ ഒരിക്കലും പിണങ്ങില്ല. ചാരുവേട്ടനില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ജീവിച്ചിരിക്കുമായിരുന്നോ എന്ന് പോലും സംശയം. എൻ്റെ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും ഉടമയാണ് ചാരുവേട്ടൻ. എങ്കിൽ ചോദിക്കട്ടെ, ഇങ്ങനെയൊരു അപകടത്തിൽ പെട്ടതുകൊണ്ട് രക്ഷാമാർഗം എന്ന നിലയ്ക്ക് മാത്രമാണോ നീ എൻ്റെ ഭാര്യയായത്? സത്യം വേണമല്ലോ പറയാൻ. അതെ, എത്ര ക്രൂരമായാലും സത്യമേ എനിക്ക് വേണ്ടൂ. അന്ന് ചന്ദ്രശേഖരൻ്റെ കാറിനുള്ളിൽ വെച്ച് ചാരുവേട്ടനെ കണ്ടപ്പോഴും ചാരുവേട്ടനോടൊപ്പം ഈ വീട്ടിൽ വന്നപ്പോഴും ഒന്നും ചാരുവേട്ടനെ എൻ്റെ ഭർത്താവായി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല. ആഗ്രഹിച്ചാൽ നടക്കില്ലെന്ന് അറിയാമായിരുന്നത് കൊണ്ടായിരുന്നു അത്. ഈ വീട്ടിലെ ഒരു വേലക്കാരിയായി കഴിയാൻ അനുവദിച്ചാൽ അതുപോലും ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതിയാനെ. എന്നാൽ ദൈവം എനിക്ക് സ്വപ്നം കാണാൻ കൂടി അർഹതയില്ലാത്ത മഹാഭാഗ്യം നൽകി. ഇതിന് കാരണക്കാരായ ചിറ്റമ്മയോടും അവരുടെ ആങ്ങളയോടും ആ ചന്ദ്രശേഖരോടും എല്ലാം എനിക്കിപ്പോൾ നന്ദി തോന്നുന്നു. അപ്പോൾ നിനക്ക് എൻ്റെ ഭാര്യയായതിൽ സന്തോഷമുണ്ട്. എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ എനിക്ക് വാക്കുകളില്ല എന്നതാണ് സത്യം. എൻ്റെ പണമാണോ സൗന്ദര്യമാണോ നിന്നെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്? ചാരുവേട്ടൻ്റെ അപൂർവമായ നന്മ, ചന്ദ്രശേഖരൻ്റെ കാറിൽ വെച്ച് ചാരുവേട്ടൻ്റെ മുഖത്ത് കണ്ട കരുണ, പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചാരുവേട്ടൻ കാണിച്ച ധീരത, ഇപ്പോൾ ചാരുവേട്ടൻ നൽകുന്ന സ്നേഹം, ഇവയെല്ലാമാണ് എന്നെ സന്തോഷിപ്പിക്കുന്നത്. മാളു, സത്യത്തിൽ എൻ്റെ സങ്കല്പത്തിലെ ആദർശ ഭാര്യയുമായി നിനക്ക് ഒരു വ്യത്യാസവുമില്ല. മാളവികയുടെ ഇരു കൈത്തലങ്ങളിലും ഗ്രഹിച്ച് ചാരു തൻ്റെ നെഞ്ചിൽ ചേർത്തു. നീ പലക്കുറി നിൻ്റെ മഹാഭാഗ്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. എന്നാൽ ഭാഗ്യം എൻ്റേതാണ്, നിന്നെ കിട്ടിയ ഭാഗ്യം. ഭാഗ്യവുമായാണ് നീ കടന്നു വന്നത്. ചന്ദ്രശേഖർ എന്ന ഭയങ്കരനിൽ നിന്നും എനിക്ക് പിരിയാൻ കഴിഞ്ഞത് നീ മൂലമാണ്. എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ചന്ദ്രശേഖറുമായുള്ള എൻ്റെ കൂട്ടുകെട്ട് അവസാനിപ്പിക്കാൻ വന്നത്. ഇന്നലെ അമ്മ എന്നോട് പറഞ്ഞു, മാളവികയാണ് അത് സാധിപ്പിച്ചു തന്നതെന്ന്. ഈ വീട്ടിലേക്ക് കടന്നു വന്ന മഹാലക്ഷ്മിയാണ് നീയെന്ന്. അമ്മയും ചാരുവേട്ടനും ചേർന്ന് എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നു. ഇതിലൊന്നും എനിക്ക് അർഹതയില്ല. കഴിഞ്ഞ കാലത്ത് അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും സങ്കടങ്ങൾക്കും പകരമായിട്ടാവാം ഈശ്വരൻ എനിക്ക് സന്തോഷം തന്നത്. അങ്ങനെ സ്നേഹത്തെക്കുറിച്ചും തങ്ങൾക്ക് ലഭിച്ച ഭാഗ്യത്തെക്കുറിച്ചും ആവർത്തിച്ച് പറഞ്ഞ് ചാരുദത്തിന് മാളവികയെ ആ രാത്രി മുഴുവൻ ചെലവിട്ടു. CNC കമ്പൈൻസ് പിരിഞ്ഞു പോയതിനാൽ പിറ്റേന്ന് മുതൽ ചാരുദത്തിൻ്റെ ശ്രമം പുതിയൊരു ബിസിനസ് സ്ഥാപനം ആരംഭിക്കുന്നതിലായിരുന്നു. അത്തരം കാര്യങ്ങൾക്കായി ചാരുദത്തൻ വെളിയിൽ പോകുന്നതോടെ മാളവിക വീട്ടുജോലികളിൽ മുഴുകും. പാചകവും വീട് അലങ്കരിക്കലും അമ്മയുടെ ശുശ്രൂഷയും. അങ്ങനെ തിരക്കിൻ്റെ നിമിഷങ്ങൾ. രാവിലെ ഉണർന്നെഴുന്നേറ്റാൽ രാത്രി ഉറക്കം പിടിക്കുന്നതുവരെ വിശ്രമമില്ലാത്ത ജോലി ചെയ്ത് ശീലിച്ച മാളവികയ്ക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ തീരെ നിസ്സാരമായിരുന്നു. വൈകുന്നേരമായാൽ കുളിച്ചൊരുങ്ങി അമ്മയോടൊപ്പം അവൾ പൂമുഖത്ത് ചാരുവിനെ കാത്തിരിക്കും. സുഖകരമായ കാത്തിരിപ്പ്. അതിനിടയിൽ ചാരു തൻ്റെ പുതിയ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന തീയതി തീരുമാനിച്ചു. പക്ഷേ സ്ഥാപനത്തിൻ്റെ പേര് മാത്രം തീരുമാനമായില്ല. അമ്മയുടെ പേര് ഉപയോഗിച്ചാൽ മതിയെന്ന് മാളവിക നിർദ്ദേശിച്ചപ്പോൾ മാളവിക എന്ന പേരിട്ടാൽ മതിയെന്ന് അമ്മ ശാഠ്യം പിടിച്ചു. ഞാൻ ആരെ അനുസരിക്കണം? ചാരുദത്തൻ ധർമ്മസങ്കടത്തിലായി. മാളവിക തീരുമാനിക്കട്ടെ, നീ ആരെ അനുസരിക്കണമെന്ന് അമ്മ ആവശ്യപ്പെട്ടു. ചാരുവേട്ടൻ അമ്മയെ അനുസരിക്കണമെന്നേ ഞാൻ പറയൂ, മാളവിക അറിയിച്ചു. എങ്കിൽ ചാരുവിൻ്റെ പുതിയ സ്ഥാപനത്തിന് മാളവികയുടെ പേരിട്ടുള്ളൂ, അമ്മ പറഞ്ഞു. അങ്ങനെ ആ തർക്കം തീരുമാനമായി. മാളവിക എൻ്റർപ്രൈസസ്. നിലവിളക്ക് കൊടുത്ത് ഉദ്ഘാടനം നിർവഹിച്ചത് അമ്മയായിരുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചെറിയൊരു ചായ സൽക്കാരം. ക്ഷണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ക്ഷണിക്കപ്പെടാത്ത ഒരാൾ കൂടി എത്തിയിരുന്നു, ചന്ദ്രശേഖർ. അവൻ ചാരുദത്തൻ്റെ അരികിലെത്തി കൈ കവർന്നുകൊണ്ട് ആശംസിച്ചു. വിഷ് യു ദി ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു വെരി മച്ച്, ചാരുദത്തൻ അറിയിച്ചു. ഞാൻ ക്ഷണിച്ചില്ലെങ്കിലും ചന്ദ്രു വന്നല്ലോ. യു ആർ വെരി ഗ്രേറ്റ്. ചന്ദ്രശേഖരൻ്റെ കണ്ണുകൾ പൊടുന്നനെ ചെറുതായി. എൻ്റെ ഗ്രേറ്റ്നെസ് നീ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളടാ എന്നാണ് മനസ്സിൽ പറഞ്ഞതെങ്കിലും പുറത്തു വന്ന വാക്കുകൾ വ്യത്യസ്തമായിരുന്നു. എനിക്കറിയാം നീ എന്നെ ക്ഷണിക്കാതിരുന്ന കാരണം. ക്ഷണിച്ചിട്ടും ഞാൻ നിൻ്റെ വിവാഹത്തിന് വന്നില്ലല്ലോ. അന്ന് നിനക്കെതിരെ കോടതി നടപടികൾ എടുക്കുന്ന തിരക്കിലായിരുന്നു ഞാൻ. എന്നാൽ എൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റി. നീ ജയിച്ചു. ഇന്നിപ്പോൾ നിന്നോട് എനിക്ക് ഒരു പിണക്കവുമില്ല. നിന്നെ അഭിനന്ദിക്കാൻ വന്നതാ ഞാൻ. ആൺകുട്ടികളായാൽ ഇങ്ങനെ വേണം. ധീരമായും സാഹസികമായും എന്തിനേയും നേരിട്ട് ജയിക്കണം. ആ വാക്കുകൾ ചാരുദത്തിനെ അതിശയിപ്പിച്ചു. ഇത്ര ഫ്രാങ്കാണ് ഇവൻ. പൊയ്മുഖമൊന്നുമില്ല. എല്ലാം തുറന്നടിച്ചിരിക്കുന്നു. ചന്ദ്രു, നിനക്കെൻ്റെ മാളുവിനെ കാണണ്ടേ?
മാളുവോ? അതാര്? മാളവിക. നമ്മളെ ശത്രുക്കളാക്കിയവൾ. ഓ, തീർച്ചയായും എനിക്ക് കാണണം. സത്യത്തിൽ അഭിനന്ദിക്കേണ്ടത് മാളവികയെയാണ്, നിന്നെ ഒരാണാക്കി മാറ്റിയെടുത്തതിന്. മാളവികയും അമ്മയും ഇരിക്കുന്ന മുറിയിലേക്ക് ചന്ദ്രശേഖരെ നയിച്ചു. മാളവികയെ കണ്ട് ചന്ദ്രശേഖർ അതിശയിച്ചു പോയി. അന്ന് കീറിയ പാവാടയും ജാക്കറ്റുമായി ഭയചകിതയായി കാറിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട പെണ്ണല്ല. പിന്നീട് തൻ്റെ കൈകളിൽ കിടന്ന് പിടഞ്ഞ പെണ്ണല്ല. ഒടുവിൽ കോടതി മുറിയിലെത്തിയ നെവാഡയുമല്ല. ഇപ്പോൾ ഒരു പൂർണ്ണ സ്ത്രീയായിരിക്കുന്നു. എന്തൊരു സൗന്ദര്യം! കത്തുന്ന സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് ഇതിനെയാണ്. വീതിയിൽ കസവ് കരയുള്ള സാരിയുടെ മനോഹാരിത പ്രകടമാക്കും വിധമാണ് ഉടുത്തിരിക്കുന്നത്. ഏതോ ദേവീക്ഷേത്രത്തിലെ കനക വിഗ്രഹം പോലുണ്ട്. മാളവിക എന്നെ ഓർക്കുന്നോ? ചന്ദ്രശേഖർ ചോദിച്ചു. മറക്കാൻ വഴിയില്ലല്ലോ. ഒട്ടും കൂസാതെ തല നിവർത്തിപ്പിടിച്ചാണ് മാളവികയുടെ മറുപടി. ചാരു ആ പഴയ വിരോധം മറന്നു കഴിഞ്ഞുവെന്ന് തോന്നുന്നു. അല്ലെങ്കിലും അവൻ അങ്ങനെയാണ്, ഒരു ശുദ്ധഭാവം. എത്ര ദ്രോഹിച്ച ശേഷമായാലും ഒന്ന് പുഞ്ചിരിച്ചാൽ, അല്ലെങ്കിൽ കണ്ണ് നനച്ചുകൊണ്ട് ഹൃദയസ്പർശിയായ 2 ഡയലോഗ് അടിച്ചാൽ അവൻ വീഴും. എന്ത് തെറ്റിനും മാപ്പ് തരും. ഇവൾ അങ്ങനെയല്ലെന്ന് തോന്നുന്നു. പകയുടെ കനലുകൾ നെഞ്ചിൽ സൂക്ഷിക്കുന്നുണ്ടെന്ന് വരാം. എളുപ്പം അലിയുന്ന തരമല്ല. അല്പം തലയെടുപ്പുമുണ്ട്. പെണ്ണ് അഹങ്കരിച്ചാൽ ചന്ദ്രശേഖർ അത് സഹിക്കില്ല. പ്രത്യേകിച്ചും സൗന്ദര്യമുള്ള യുവതികൾ. അഹങ്കരിക്കുന്ന നിമിഷം തന്നെ അടിച്ചമർത്തണമെന്നാണ് ചന്ദ്രശേഖരുടെ വാശി. ചാരുദത്തൻ്റെ അമ്മയുടെ ഒരു പിറന്നാൾ ദിനത്തിൽ അവൻ്റെ അമ്മാവൻ്റെ മകളുമായി ഇടഞ്ഞത് ഓർക്കുന്നു. ആ ഒരു കാരണത്താൽ ചാരുവുമായുള്ള സൗഹൃദം തകരുമെന്ന് വിചാരിച്ചതാണ്. എന്നാൽ തകർന്നത് അവൻ്റെ കുടുംബവും അമ്മാമ്മയുമായുള്ള ബന്ധവുമാണ്. അന്ന് അമ്മാവൻ്റെ മകളുടെ കയ്യിൽ കടന്നുപിടിച്ചത് മാപ്പാക്കിയ ചാരു മാളവികയുടെ കാര്യത്തിൽ താനുമായി തെറ്റി. ചാരുവിൽ അവൾക്കുള്ള സ്വാധീനം അത്ര വലുതായിരിക്കാം. ആ അഹങ്കാരമാണോ അവളുടെ കണ്ണിൽ? ഏതോ ചെറ്റക്കുടിലിൽ പിറന്ന പെണ്ണ്, തെരുവ് വേശ്യയായി തീരേണ്ടിയിരുന്നവൾ, ഇന്നവൾ ആദരണീയമായ കൊലവധുവായി തൻ്റെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നു. തൽക്കാലം ക്ഷമിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ചാരുവുമായി വീണ്ടും തെറ്റേണ്ടി വരും. പിന്നൊരിക്കലും യോജിക്കാനാവാത്ത വിധം. അത് തൻ്റെ പദ്ധതികൾക്ക് തടസ്സമാവും. ചാരുവുമായി സൗഹൃദത്തിൽ തുടർന്നാലേ അവന് തൻ്റെ കാൽച്ചൂട്ടിലെത്തിക്കാൻ കഴിയൂ. തൻ്റെ മുഖത്ത് അവൻ കൈകൊണ്ട് അടിച്ചു. അവൻ്റെ മുഖത്ത് ചന്ദ്രു കാലുകൊണ്ട് തൊഴിക്കും. അവൻ്റെ ഈ സുന്ദരിയെ തെരുവിലിറക്കും. മാളവികയെ അഭിനന്ദിക്കാൻ വന്നതാണ് ഞാൻ. എന്നെ നിങ്ങൾ തോൽപ്പിച്ചു. അതിലെനിക്ക് വിരോധമില്ല. ആഹ്ലാദമാണോ ഉള്ളതെന്ന് അറിയിക്കാൻ. തോറ്റവനും ജയിച്ചവനും പരസ്പരം കെട്ടിപ്പിടിച്ച് ശത്രുത അവസാനിപ്പിച്ച് ഗോതയിൽ നിന്നും പിരിയുന്നതാണ് സംസ്കൃത ചിത്തരുടെ രീതി. സന്തോഷം. മാളവിക കൈകൂപ്പി. അഭിനന്ദനത്തിന് നന്ദിയുമുണ്ട്. പരിഹാസമാണോ അവളുടെ മുഖത്ത്? ചന്ദ്രശേഖരന് സംശയമായി. ചാരുദത്തൻ്റെ അമ്മയാണെങ്കിൽ ചന്ദ്രശേഖരെ കണ്ടതായി പോലും നടിച്ചില്ല. എല്ലാ കണക്കുകളും ഞാൻ കുറിച്ചിടുന്നുണ്ട്, പലിശയടക്കം തിരിച്ചു തരുവാൻ, ചന്ദ്രശേഖർ മനസ്സിൽ പറഞ്ഞു. പക കത്തുന്ന മനസ്സോടെയാണ് അയാൾ തിരിച്ചുപോയത്. ചാരുദത്തൻ്റെ മാളവിക എൻ്റർപ്രൈസസ് 6 മാസങ്ങൾ കൊണ്ട് 6 വർഷങ്ങളുടെ വളർച്ചയാർജിച്ചു. മാളവിക ഫൈനാൻസിയേഴ്സ് എന്നൊരു സഹോദര സ്ഥാപനം കൂടി ചാരുദത്തൻ്റെ വകയായി നഗരഹൃദയത്തിൽ ജന്മമെടുത്തു. 1 വർഷം കഴിഞ്ഞപ്പോൾ മാളവിക മെഡിക്കൽ സെൻറ്റർ എന്നൊരു ആശുപത്രിയും ആരംഭിച്ചു. ആശുപത്രിയുടെ ഉദ്ഘാടന ദിനത്തിൽ മാളവിക ചാരുവിന് ഒരു ഗുഡ് ന്യൂസ് നൽകി. താനൊരു അമ്മയാകാൻ തുടങ്ങുന്നുവെന്ന്. മാളവികയുടെ ഉപദേശപ്രകാരം മെഡിക്കൽ സെൻറ്ററിൻ്റെ ഉദ്ഘാടനത്തിനും ചാരു ചന്ദ്രുവിനെ ക്ഷണിച്ചിരുന്നില്ല. അന്ന് ബാറിലിരുന്ന് മദ്യപിക്കുമ്പോൾ ചന്ദ്രശേഖർ വിസ്കി പകർന്ന ഒരു ഗോബ്ലറ്റ് ബോധപൂർവ്വ തറയിൽ എറിഞ്ഞുടച്ചു. എന്നിട്ട് ബയറിനോട് പറഞ്ഞു, തകർന്നത് ഗോബ്ലറ്റ് അല്ല, എൻ്റെ ഒരു പഴയ സുഹൃത്തിൻ്റെ ജീവിതമാണ്. ഉടഞ്ഞ ഗോബ്ലറ്റിൻ്റെ വില കൂടി എൻ്റെ ബില്ലിൽ ചേർത്തോളൂ, ചന്ദ്രശേഖർ ബയറിനോട് പറഞ്ഞു. ബില്ലിലെ തുക കൂടാതെ 100-ൻ്റെ ഒരു നോട്ട് കൂടി അയാൾ അവൻ്റെ നേർക്കെറിഞ്ഞു. ഇത് നിനക്കുള്ള ബക്ഷിഷാണ്, ആ സ്ഫടിക കഷ്ണങ്ങൾ തറയിൽ നിന്നും തുടച്ചു മാറ്റുന്നതിന്. ബെയർ തന്നെയാണ് ചന്ദ്രശേഖരെ താങ്ങിപ്പിടിച്ച് പോർച്ചിൽ കിടന്നിരുന്ന കാറിൽ കൊണ്ടുപോയി ഇരുത്തിയത്. സാർ, ഇന്ന് ഒരുപാട് കുടിച്ചു. തനിയെ വണ്ടി ഓടിച്ചു പോകാൻ കഴിയുമോ? വണ്ടി ഓടിക്കുകയല്ല, ചന്ദ്രശേഖർ വണ്ടി പറപ്പിക്കുകയാണ്. എത്ര കുടിച്ചാലും ചന്ദ്രശേഖരന് അത് കഴിയും. പറന്നു പോകുന്നതിനിടയിൽ ഓർക്കാപ്പുറത്ത് ആരെങ്കിലും വണ്ടിക്ക് മുമ്പിൽ ചാടി നോക്കട്ടെ. അവരുടെ ദേഹത്ത് തൊടും മുമ്പേ വണ്ടി നിർത്താനും ചന്ദ്രുവിനറിയാം. പക്ഷേ വണ്ടി നിർത്തി കഴിയുമ്പോൾ മുന്നിൽ വന്നു ചാടിയ കക്ഷിയുടെ മുഖത്ത് ചന്ദ്രുവിൻ്റെ കൈ തൊടും. അങ്ങനെ ഒരുത്തിയെ എൻ്റെ വണ്ടിക്ക് മുന്നിൽ എടുത്തു ചാടിയുള്ളൂ. അവൾ എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. ഇപ്പോൾ അവളുടെ പിന്നാലെയാണ് എൻ്റെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ചന്ദ്രശേഖർ കാർ തിരിച്ച് പുറത്തേക്ക് ഓടിച്ചു പോയി. ചന്ദ്രശേഖരുടെ സംസാരം ബാറിൻ്റെ പോർച്ചിൽ നിന്നിരുന്ന പല മാന്യന്മാരും കേട്ടു. അവരിൽ ചിലർ ചന്ദ്രശേഖരുടെയും ചാരുദത്തൻ്റെയും സുഹൃത്തുക്കളായിരുന്നു. സി കമ്പൈൻസ് പിളർന്നതിന് പിന്നിലെ കാരണങ്ങൾ അവർക്കെല്ലാം അറിയാമായിരുന്നു. ഇണപിരിയാത്ത സുഹൃത്തുക്കൾ 2 വഴിക്ക് സഞ്ചരിച്ചു തുടങ്ങി. ബിസിനസ്സിൽ അതിവിദഗ്ധനായിരുന്നിട്ടും ചന്ദ്രു എൻ്റർപ്രൈസസ് കനത്ത നഷ്ടത്തിലായി.
ചാരുവിനെ തകർക്കാൻ തക്കം പാർത്ത് നടക്കുന്നതിനിടയിൽ സ്വന്തം കാര്യം നോക്കാൻ ചന്ദ്രുവിന് നേരമില്ലായിരുന്നു. എന്നാൽ വെറും സ്വപ്നജീവിയായ ചാരുവിൻ്റെ മാളവിക എൻ്റർപ്രൈസസ് നോക്കി നിൽക്കുകയാണ് തഴച്ചു വളർന്നത്. ഒരു വർഷത്തിനുള്ളിൽ മാളവികയുടെ പേരിൽ 3 സ്ഥാപനങ്ങൾ. അവയിൽ പ്രശസ്തമായത് മാളവിക മെഡിക്കൽ സെൻ്റർ ആയിരുന്നു. വിദേശ പരിശീലനം നേടിയെത്തിയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കുറഞ്ഞ ചെലവിൽ ലഭിക്കുന്ന സ്ഥാപനമായിരുന്നു അത്. അർഹരായ സാധുക്കൾക്ക് അവിടെ സൗജന്യ ചികിത്സയും നൽകിയിരുന്നു. സർക്കാർ സ്ഥാപനം അല്ലാത്തതിനാൽ അഴിമതികൾ തീരെയില്ല. മറ്റാരുടെയും ശുപാർശ അവിടെ വിലപ്പോയിരുന്നില്ല. മെഡിക്കൽ സെൻ്ററിൻ്റെ വിജയവാർത്ത അറിഞ്ഞപ്പോൾ അസൂയയാൽ ചന്ദ്രശേഖർ ആകെ അസ്വസ്ഥനായി. ഉടൻ നഗരമധ്യത്തിൽ തന്നെ ചന്ദ്രശേഖറും ഒരു ആശുപത്രി തുടങ്ങി. ചന്ദ്രൂസ് മെഡിക്കൽ സെൻ്റർ. 4-5 നിലകളുള്ള ആ ഒരു കെട്ടിടത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ തന്നെ. മത്സരമായിരുന്നു. മാളവിക മെഡിക്കൽ സെൻ്ററിലെ ചില ഡോക്ടേഴ്സിനെ ചാക്കിട്ട് പിടിക്കാനും ചന്ദ്രശേഖർ ശ്രമം തുടങ്ങി. മാളവികയിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഇരട്ടി ശമ്പളം, മറ്റ് നിരവധി പ്രിവിലേജുകൾ, ഒന്നാന്തരം ക്വാർട്ടേഴ്സ്. മാളവികയിലെ 1-2 ഡോക്ടേഴ്സിനെ ചന്ദ്രശേഖരുടെ വലയിൽ വീണു. അവരെ ഉപയോഗിച്ച് മാളവിക മെഡിക്കൽ സെൻ്റർ തകർക്കുകയായിരുന്നു ലക്ഷ്യം. അവരിലൊരാൾ ഒരേ സമയം മാളവികയിലും ചന്ദ്രൂസിലും ജോലി ചെയ്തിരുന്നത് ചന്ദ്രശേഖർക്ക് പ്രയോജനകരവുമായി. ധനാർത്ഥി മുഴുത്ത അയാളെ ചന്ദ്രശേഖർ ആവും വിധമെല്ലാം പ്രീണിപ്പിക്കുകയും ചെയ്തു. മാളവിക മെഡിക്കൽ സെൻ്ററിലെ ഏതെങ്കിലും ചില രോഗികൾ ഡോക്ടർമാരുടെ അശ്രദ്ധ കൊണ്ടോ കഴിവുകേട് കൊണ്ടോ കൊല്ലപ്പെട്ടാൽ മതി, അതോടെ മെഡിക്കൽ സെൻ്ററിന് ചീത്തപ്പേരാകുമെന്ന് ചന്ദ്രശേഖരൻ അറിയാമായിരുന്നു. ഡോക്ടർ ഹരീന്ദ്രൻ ഇക്കാര്യം സാധിച്ചു കൊടുത്തുകൊള്ളാമെന്ന് ചന്ദ്രശേഖരനോട് ഏറ്റിരുന്നു. എന്നാൽ സംഭവിച്ചത് മറിച്ചാണ്. ഡോക്ടർ ഹരീന്ദ്രൻ്റെ ഒരു പേഷ്യൻ്റ് ചന്ദ്രൂസ് മെഡിക്കൽ സെൻ്ററിൽ കിടന്നു മരിച്ചു. മാളവികയിൽ ചികിത്സാ സൗകര്യങ്ങൾ കുറവാണെന്ന് പറഞ്ഞ് ആ രോഗിയെ ഡോക്ടർ ഹരീന്ദ്രൻ തന്നെയാണ് ചന്ദ്രൂസിൽ അഡ്മിറ്റ് ആവാൻ പ്രേരിപ്പിച്ചത്. എന്നാൽ ജോലി തിരക്കിനിടയിൽ ഡോക്ടർ കുറിച്ച ഇഞ്ചക്ഷനുള്ള മരുന്ന് മാറിപ്പോയി. നേഴ്സ് ഇഞ്ചക്ഷൻ നൽകി. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ രോഗി കൈകാലിട്ട് തല്ലി നിശ്ചലനായി. രോഗിയുടെ ബന്ധുക്കൾ ഡോക്ടറെ ആക്രമിച്ചു. അതൊരു കോളിളക്കത്തിന് വഴിതെളിച്ചു. പത്രങ്ങളിലും വാരികകളിലും അതേക്കുറിച്ച് വാർത്തകൾ വന്നു. ഒടുവിൽ 3-ാം മാസം ചന്ദ്രൂസ് മെഡിക്കൽ സെൻ്റർ അടച്ചുപൂട്ടപ്പെട്ടു. ചന്ദ്രശേഖരന് ലഭിച്ച ശക്തമായ തിരിച്ചടിയായിരുന്നു അത്. ചന്ദ്രശേഖരുടെ തകർച്ച അറിഞ്ഞപ്പോൾ ചാരുദത്തിന് വിഷമം തോന്നി. പാവം ചന്ദ്രു. പണ്ടേ അവനൊരു മത്സരബുദ്ധിക്കാരനാ. അതാണ് അവനെ കുഴപ്പത്തിൽ ചാടിക്കുന്നതും. ഈ നിലയിൽ അവനെ സഹായിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവൻ എന്നെ തേടി വരികയാണെങ്കിൽ. ഇത്രയും നന്മ പാടില്ല കേട്ടോ, മാളവിക ചാരുവിനെ ഉപദേശിച്ചു. അമ്മയുടെ അഭിപ്രായവും അത് തന്നെയായിരുന്നു. നല്ലവരുടെ നന്മ പാടുള്ളൂ മോനെ. കൊള്ളരുതാത്തവരെ സഹായിക്കാൻ തുനിഞ്ഞാൽ നന്ദി കാണില്ലെന്ന് മാത്രമല്ല, തരം കിട്ടിയാൽ നമ്മെ ചതിയിൽപ്പെടുത്താനും ശ്രമിക്കും. ചന്ദ്രുവിന് ഇപ്പോൾ മനമാറ്റം ഉണ്ടായിക്കാണമ്മേ. ഈ തിരിച്ചടി അവൻ പ്രതീക്ഷിച്ചതല്ലല്ലോ. അല്ലെങ്കിൽ ഒരിക്കൽ എൻ്റെ ജീവൻ രക്ഷിച്ചവനല്ല അവൻ. മനസ്സ് മാറിയാൽ അവന് തന്നെ നല്ലത്. നന്മ വിതച്ചാലേ നന്മ കൊയ്യാനാവൂ എന്ന് മനസ്സിലാക്കട്ടെ. അപ്പോൾ മാളവിക പറഞ്ഞു. എന്തോ ചന്ദ്രശേഖർ മാറിയെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എല്ലാം ചാരുവേട്ടൻ്റെ നല്ല മനസ്സുകൊണ്ട് തോന്നുന്നതാണ്. ആ നന്മയെ വേണ്ടുവോളം ചൂഷണം ചെയ്തവനാണ് ചന്ദ്രശേഖർ. ഇനിയും അത് അനുവദിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ജീവൻ രക്ഷിച്ചതാണെങ്കിൽ ആ നന്ദി മനസ്സിൽ സൂക്ഷിച്ചോളൂ. സഹായം ആവശ്യപ്പെട്ടാൽ നൽകുന്നതിന് തെറ്റില്ല. പക്ഷേ അയാളുമായി ഇനിയൊരു സൗഹൃദവും വേണ്ട. മാളു പറയുന്നത് എൻ്റെ നന്മ ഉദ്ദേശിച്ചാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഭാര്യയെ അനുസരിക്കുന്നുവെന്ന് ആരെങ്കിലും ആക്ഷേപിച്ചാലും ശരി, ഞാൻ എഗ്രി ചെയ്യുന്നു. മാളവികയ്ക്ക് സന്തോഷമായി. എന്നാൽ അന്ന് രാത്രിയിൽ ചന്ദ്രശേഖർ ചാരുവുമായി ഫോണിൽ ബന്ധപ്പെട്ടു. ചാരു, നിന്നെ ദ്രോഹിച്ചതിനുള്ള ശിക്ഷയെല്ലാം എനിക്ക് കിട്ടി. ഞാനിപ്പോൾ ഒരു പുതിയ മനുഷ്യനായിരിക്കുകയാണ്. ഉള്ളതെല്ലാം വിറ്റ് ഗൾഫിന് പോകാമെന്ന് തീരുമാനിച്ചു. അവിടെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാം. ഒരു ബന്ധു സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ഒന്നുകൂടി ആലോചിച്ചിട്ട് തീരുമാനിച്ചാൽ പോരെ? ചാരു ചോദിച്ചു. സാമ്പത്തിക പ്രശ്നമാണ് നിന്നെ വിഷമിക്കുന്നതെങ്കിൽ ഞാൻ സഹായിക്കാം. അതൊന്നും വേണ്ടടാ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഒന്നും ആലോചിക്കാനില്ല. എൻ്റെ ബംഗ്ലാവും ബിസിനസ്സും നിന്നെ ഏൽപ്പിക്കാനാണ് പ്ലാൻ. നിനക്ക് നഷ്ടമല്ലെന്ന് തോന്നുന്ന ഒരു തുക തരിക. ഗൾഫിൽ തന്നെ ആവുന്ന കാലം തങ്ങാനാ ആശ. അവിടെ എങ്ങാനുമുള്ള വല്ല മലയാളി നേഴ്സിനെയും കിട്ടിയാൽ സാമ്പത്തിക സുരക്ഷിതത്വവുമായി. ചാരുവിന് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. ഏതായാലും നീ ആലോചിച്ച് ഒരു മറുപടി തന്നാൽ മതി. എൻ്റെ വീടിനും മറ്റുമായി എന്ത് വില തരാനാവുമെന്ന് നീ തീരുമാനിക്കുക. ചന്ദ്രശേഖർ ഫോൺ വച്ചു. വിവരം അറിഞ്ഞപ്പോൾ ചാരുദത്തിൻ്റെ അമ്മ അങ്ങേയറ്റം എതിർത്തു. വേണ്ട, നിനക്ക് അവൻ്റെ ബംഗ്ലാവും വേണ്ട, ബിസിനസ്സും വേണ്ട. അവനിൽ നിന്നും പിരിഞ്ഞതിൽ പിന്നെയാ നീ രക്ഷപ്പെട്ടത്. ഇനി അവനുമായി ഒരു ഇടപാടും വേണ്ട. മാളവിക അമ്മയെ പിന്താങ്ങി. അതോടെ ചാരുദത്തൻ ചന്ദ്രശേഖരന് മറുപടി നൽകി. ക്ഷമിക്കണം ചന്ദ്രു, നിൻ്റെ വീട് എൻ്റെ അധീനതയിലാവുക. നിൻ്റെ ബിസിനസ് ഞാൻ ഭരിക്കുക. അത് ശരിയല്ല. നിൻ്റേതെല്ലാം ഞാൻ കവർന്നെടുത്തതായി ജനം കരുതും. എന്നിലും അത് കുറ്റബോധം ഉണ്ടാക്കും. അല്ലെങ്കിലും സുഹൃത്തുക്കൾ തമ്മിൽ കച്ചവടം പാടില്ല. ഇത് മാളവികയുടെ അഭിപ്രായമാണോ? എന്താ ചന്ദ്രു നീ അങ്ങനെ ചോദിച്ചത്? മാളവികയ്ക്ക് ഒരു പക്ഷേ എന്നോട് ആ പഴയ പിണക്കം കാണും. നോ, അതൊക്കെ എന്നേ കഴിഞ്ഞു. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് അവൾ ഓർക്കാറേയില്ല.
എന്നാലും പെണ്ണുങ്ങളുടെ മനസ്സല്ലേ, ഉള്ളിൽ പകയുടെ കനലുണ്ടാവും. എല്ലാ പെണ്ണുങ്ങളെയും പോലെ എൻ്റെ മാളുവിനെ കരുതണ്ട. അവൾക്കില്ലെങ്കിൽ എനിക്കുണ്ട് എന്ന് പറയാൻ ചന്ദ്രശേഖർ ആഗ്രഹിച്ചു. പക്ഷേ പറഞ്ഞില്ല. പറഞ്ഞാൽ തൻ്റെ പദ്ധതിക്ക് അത് തടസ്സമായി തീരും. നല്ലത്, കഴിഞ്ഞതെല്ലാം നമുക്ക് ഇരുകൂട്ടർക്കും മറക്കാം. എങ്കിലും ചെയ്ത തെറ്റുകൾക്ക് എന്തെങ്കിലും പ്രായശ്ചിത്തം ചെയ്യാതെ എൻ്റെ മനസ്സ് ശാന്തമാകുമെന്ന് തോന്നുന്നില്ല. പ്രായശ്ചിത്തത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ചന്ദ്രു. നീ ഇനിയും നല്ലവനായി ജീവിച്ചാൽ മതി. അവൾ നിന്നെ സ്വന്തം സഹോദരനായി കരുതിക്കോളും. എന്തൊരു മനസ്സാറാണ് നിങ്ങളുടേത് എന്ന് പരിഹസിക്കാനാണ് ചന്ദ്രശേഖരന് തോന്നിയത്. അത് ശരിയല്ലാത്തതുകൊണ്ട് ഫോൺ ഡിസ്കണക്ട് ചെയ്തു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ചന്ദ്രശേഖർ വീണ്ടും വിളിച്ചു. എൻ്റെ വക സാധനങ്ങളെല്ലാം കച്ചവടമായി. വിദേശത്തേക്ക് പോകാനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി. ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ റെഡി. എങ്കിലിനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ നിനക്കെന്താ പറയാനുള്ളത്? നീ പോകരുതെന്ന് പറയാനാണ് എൻ്റെ ആഗ്രഹം. ഒന്ന് പോടാ ചക്ക. പെണ്ണ് കെട്ടിയിട്ടും നിൻ്റെ ആ പിള്ളേർ സ്വഭാവം മാറിയിട്ടില്ലല്ലോ. ഏതായാലും നിനക്ക് ഞാനൊരു യാത്രയയപ്പ് നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞു, എൻ്റെ വീട്ടിൽ വെച്ച്. എന്താ? സമ്മതം. നമ്മുടെ മറ്റ് സുഹൃത്തുക്കളെയും ക്ഷണിച്ചോളൂ. നാം വീണ്ടും ഒരുമിച്ച വിവരം എല്ലാവരും അറിയട്ടെ. ശരി, അടുത്ത ഞായറാഴ്ച ആയിക്കോട്ടെ. നീ പോകുന്നതിൻ്റെ തലേ ദിവസം. എന്താ? ഓക്കെ. തൻ്റെ പദ്ധതികൾക്ക് സഹായകരമായ രീതിയിൽ കാര്യങ്ങൾ വന്നു ചേരുന്നതിൽ ചന്ദ്രശേഖരന് നിറഞ്ഞ സന്തോഷം. എന്നാൽ ചന്ദ്രശേഖരന് വീട്ടിൽ വെച്ച് ഒരു യാത്രയയപ്പ് നൽകുന്നതിൽ മാളവികയ്ക്കോ അമ്മയ്ക്കോ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ചുമ്മാ ആവശ്യമില്ലാത്ത കെണിയിലെല്ലാം ചാരുവേട്ടൻ ചെന്ന് ചാടും. എയറോഡ്രോമിൽ പോയി ചാരുവേട്ടൻ അയാളെ യാത്രയാക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. മാളവിക പറഞ്ഞു. ഇവൻ എത്രയായാലും പഠിക്കില്ല, അമ്മയുടെ വക. വീട്ടിൽ വിളിച്ചു കയറ്റാൻ കൊള്ളാത്തവന് അവനെന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഏതായാലും അവൻ ഈ നാട് വിട്ടു പോവുകയല്ല അമ്മേ. ഇനി നമ്മൾ ഒരുപക്ഷെ അവനെ കണ്ടെന്നേ വരില്ല. ചാരുവിൻ്റെ ന്യായം. അങ്ങനെ ഞായറാഴ്ച എത്തി. അമ്മയും നിറഗർഭിണിയായ മാളവികയും മനസ്സില്ല മനസ്സോടെയാണെങ്കിലും ചന്ദ്രശേഖരെ സ്വീകരിക്കാൻ തയ്യാറായി. മുന്നിൽ ചാരു, തൊട്ടു പിന്നിൽ മാളവിക, ഏറ്റവും പിന്നിൽ അമ്മ. ബംഗ്ലാവിനോടൊപ്പം കാറും വിറ്റതായതിനാൽ ഒരു ടൂറിസ്റ്റ് ടാക്സിയിലാണ് ചന്ദ്രശേഖർ എത്തിയത്. കാറിൽ നിന്നിറങ്ങിയ ചന്ദ്രശേഖരെ ചാരു കൈപ്പിടിച്ച് അകത്തേക്ക് നയിച്ചു. എടാ മരക്കഴുതേ, നീ എനിക്ക് യാത്രയയപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നു. ആരെയാണ് യാത്രയക്കുന്നത് നീ അറിയുന്നില്ല, ചന്ദ്രശേഖരൻ മനസ്സിൽ പറഞ്ഞു. അതിന് ചേരുന്നൊരു ചിരി അയാളുടെ ചുണ്ടിൽ തങ്ങി നിന്നു. ശാരദത്തിൻ്റെ കൊച്ചു ബംഗ്ലാവിൻ്റെ താഴത്തെ നിലയുള്ള ഹാളിൽ ചന്ദ്രശേഖരനുള്ള യാത്രയയപ്പ് സൽക്കാരം നടക്കുകയാണ്. രണ്ടുപേരുടെയും ഏറ്റുവാർത്ത കുറേ സുഹൃത്തുക്കളും സൽക്കാരത്തിൽ പങ്കുകൊള്ളാൻ എത്തിയിട്ടുണ്ട്. സൽക്കാരം നടക്കുന്ന ഹാളിനോട് ചേർന്നുള്ള മുറിയിലായിരുന്നു മാളവികയും ശാരദത്തിൻ്റെ അമ്മയും ഇരുന്നിരുന്നത്. നോക്കാമ്മേ, മാളവിക അമ്മയുടെ കാതിൽ പറഞ്ഞു. ആ സ്നേഹപ്രകടനം കണ്ടില്ലേ? മുഴുവൻ അഭിനയമാണ്. ചാരുവേട്ടൻ അത് തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ. അമ്മ നോക്കുമ്പോൾ ചന്ദ്രശേഖർ ശാരദത്തിനെ കെട്ടിപ്പിടിച്ച് എന്തൊക്കെയോ തമാശകൾ പറയുന്നതാണ് കണ്ടത്. സാരമില്ല മോളെ, അമ്മ അവളെ സമാധാനിപ്പിച്ചു. ഇന്നത്തെ കൊണ്ട് അവൻ്റെ ശല്യം തീരുമല്ലോ. അതെങ്ങനെ? നാളെ എയറോഡ്രോമിൽ യാത്രയ്ക്കാൻ പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എന്നോടും ചെല്ലണമെന്ന്. മോളെ ഏതായാലും പോകണ്ട, ആ വിടനെ യാത്ര അയക്കാൻ. ഞാൻ ചാരുവിനോട് പറഞ്ഞോളാം. അതിനിടയിൽ ഹാളിൽ നിന്നും ചന്ദ്രശേഖരൻ്റെ ചുവന്ന കണ്ണുകൾ പലക്കുറി മാളവികയുടെ നേർക്ക് പാറി വന്നു. കാണുന്തോറും മാളവികയുടെ ആ രാജകീയ സൗന്ദര്യം വർദ്ധിക്കുന്നതായാണ് ചന്ദ്രശേഖരന് തോന്നിയത്. അതിന് ചേർന്ന ഗർവവും. അന്ന് രാത്രിയിൽ തൻ്റെ കാറിന് മുന്നിൽ എടുത്തു ചാടിയ ആ പീറ പെണ്ണാണ് ഇവളെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശരിക്കും ഒരു പ്രഭു പത്നി തന്നെ. ആ സൗന്ദര്യം അകലെ നിന്ന് കാണാനേ തനിക്ക് ഭാഗ്യമുള്ളൂ. അത് സ്വന്തമാക്കാൻ കഴിഞ്ഞത് പെണ്ണിൽ വലിയ ഭ്രമമൊന്നുമില്ലാത്ത ഒരു അരസികനും. അരസികൻ മാത്രമല്ല, വിഡ്ഢിയുമാണവൻ. തന്നെ അവൻ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ ആ പെണ്ണ് ബുദ്ധിമതിയാണ്, തൻ്റെ അടിയും. അവനെപ്പോലെ പരമശുദ്ധനായ ഒരുവനെ ഇവളെപ്പോലൊരു മിടുക്കിയെ കിട്ടിയത് ഭാഗ്യമായി. അവളൊപ്പം കൂടിയതിൽ അവന് ഒന്നിനൊന്ന് കയറ്റമാണ്. അതുകൊണ്ടാവാം അവന് ഇവളോട് ഇത്ര വിധേയത്വം. സൽക്കാരത്തിനിടയിൽ അവൻ ഇടയ്ക്കിടെ അമ്മയുടെയും ഭാര്യയുടെയും അടുത്തേക്ക് ഓടിപ്പോകും. എന്തൊക്കെയോ അഭിപ്രായങ്ങൾ ചോദിക്കും. വീണ്ടും കൂട്ടുകാരുടെ അരികിലേക്ക് ഓടിവരും. ഇവനൊരു തനി പെണ്ണനാണല്ലോ, തനി ഹെൻപെക്ഡ്. ഒരു നിമിഷം ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് ചാരുദത്തൻ വീണ്ടും ഓടി അമ്മയുടെയും മാളവികയുടെയും സമീപത്തേക്ക്. എന്താ അമ്മയുടെയും മാളവികയുടെയും മുഖത്ത് വല്ലാതിരിക്കുന്നത്? മതിയാക്കാറായില്ലേ ഈ പരിപാടി? അമ്മ ചോദിച്ചു. ആ കുടിയന്മാർ ഇനി ബഹളം വയ്ക്കാൻ തുടങ്ങും. മദ്യത്തിൻ്റെ പരിപാടി ഉണ്ടെന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. കോക്ടെയിൽ വേണമെന്ന് ചന്ദ്രു നിർബന്ധം പിടിച്ചു. ചന്ദ്രു, എന്തൊരു സ്നേഹം നിനക്ക് അവനോട്! എത്ര വേഗം നീ വീണ്ടും അവൻ്റെ പിടിയിലായി. ഇന്നത്തെ കൊണ്ട് അവൻ്റെ പ്രശ്നം തീരുമല്ലോ അമ്മേ. നാളെ എയർപോർട്ടിൽ യാത്രയൊക്കെ പോകുന്നുവെന്ന് കേട്ടു. ഏതായാലും മാളുവിനെ ഞാൻ വിടില്ല. വേണ്ട, ഈ വയറും വെച്ചോണ്ട് അവൾ വരണ്ട. ചാരു സമ്മതിച്ചു. പക്ഷേ ഞാൻ പോകാതിരിക്കുന്നത് ശരിയല്ല. നല്ല ചങ്ങാതിമാരായി തന്നെ ഞങ്ങൾ പിരിഞ്ഞേക്കാം. ദുഷ്ടന്മാരോട് പിണങ്ങുന്നത് അപകടമാണെന്നല്ലേ? ദുഷ്ടന്മാരോട് ഇണങ്ങുന്നതും അപകടമാണ്, മാളവിക അറിയിച്ചു.
എത്ര തവണ പറഞ്ഞു. നാളത്തെ കൊണ്ട് ആ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. ചാരുദത്ത വീണ്ടും സൽക്കാരം നടക്കുന്ന ഹാളിലേക്ക് ഓടി. ചന്ദ്രശേഖർ വീണ്ടും ചാരുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തങ്ങളുടെ സുഹൃത്തുക്കളെ അറിയിച്ചു. കണ്ടോ, ഇതാണ് എൻ്റെ ചാരു, എൻ്റെ ആത്മസുഹൃത്ത്. അവൻ കുടിക്കില്ല, എന്നിട്ടും അവൻ എനിക്ക് വേണ്ടി കോക്ടെയിൽ അറേഞ്ച് ചെയ്തു. അവൻ നോൺ കഴിക്കില്ല, എന്നിട്ടും എനിക്ക് വേണ്ടി തന്തൂരി ചിക്കൻ വിളമ്പി. അതാണ് ഞങ്ങളുടെ സൗഹൃദം. ഒരിക്കൽ ഞങ്ങളൊന്ന് പിണങ്ങി, ഒരു പെൺവിഷയത്തിൽ. എന്നാൽ അധികകാലം ഞങ്ങൾക്ക് പിണങ്ങിയിരിക്കാൻ കഴിയില്ലായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചു. ചന്ദ്രുവും ചാരുവും രണ്ടല്ല, ഒന്നാണ്. ഞങ്ങളെ തമ്മിൽ അകറ്റിയ പെൺകുട്ടി ഇന്ന് ചാരുവിൻ്റെ പ്രിയ പത്നിയാണ്, എൻ്റെ സഹോദരിയും. നാളെ എനിക്കൊരു ഭാര്യ ഉണ്ടായാൽ അവൾ ചാരുവിന് സഹോദരിയായിരിക്കും. അത്ര ആത്മാർത്ഥവും നിഷ്കളങ്കവുമാണ് ഞങ്ങളുടെ സൗഹൃദം. എന്നിട്ടും വിധി ഞങ്ങളെ വേർപിരിക്കുകയാണ്. ഞാൻ ജീവിതം തേടി നാടുവിടുകയാണ്. എങ്കിലും എൻ്റെ എന്നേക്കും പ്രിയപ്പെട്ട സുഹൃത്ത് ചാരു തന്നെയായിരിക്കും. അവന് വേണ്ടി മരിക്കേണ്ടി വന്നാലും അതൊരു ഭാഗ്യമായി ഞാൻ കരുതും. കണക്കിലധികം മദ്യം അകത്താക്കിയ ചന്ദ്രശേഖർ ചാരുവിൻ്റെ കവിളിൽ തുരുതുരെ ഉമ്മവച്ചു. ഒരേ ഗർഭപാത്രത്തിൽ പിറന്നില്ലെന്നേയുള്ളൂ. ഞങ്ങൾ സ്വന്തം സഹോദരങ്ങളാണ്. വ്യത്യസ്ത അഭിരുചികൾ ഉള്ളവരായിരുന്നിട്ടും ഞങ്ങൾ എന്നും ഒന്നായിരുന്നു. തുടർന്ന് ചന്ദ്രശേഖർ ആങ്ങലടിച്ചു കരഞ്ഞു. നാളെ ഞാൻ എൻ്റെ ചാരുവിനെ പിരിയുകയാണ്. എനിക്കത് സഹിക്കാൻ കഴിയില്ല. എങ്കിലും ഞാനത് സഹിച്ചേ പറ്റൂ എന്നെനിക്കറിയാം. വീണ്ടും വിങ്ങിപ്പൊട്ടിയുള്ള കരച്ചിൽ. ദുഷ്ടനും ഭയങ്കരനുമായി അനുഭവപ്പെട്ടിട്ടുള്ള ഇവൻ ഇത്ര ദുർബലനാണോ എന്നായി ചാരുവിൻ്റെ സംശയം. അതോ അഭിനയമാണോ? നാടുവിട്ടു പോകുന്ന അവൻ ഈ അവസര നിമിഷത്തിൽ തൻ്റെ മുന്നിൽ ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നതുകൊണ്ട് എന്താണ് ഒരു നേട്ടം? ദുഷ്ടൻ ചിലപ്പോൾ ശുദ്ധനായും പരിണമിക്കുമല്ലോ. ചാരു അമ്മയും മാളവികയെ ഇരുന്നിരുന്ന മുറിയിലേക്ക് നോക്കി. രണ്ടുപേരെയും അവിടെ കാണാനുണ്ടായിരുന്നില്ല. ഒരു നിമിഷം ചാരു അകത്തേക്ക് ഓടി. അമ്മയും മാളവികയും മുകൾ നിലയിലായിരുന്നു. എന്തേ എങ്ങോട്ട് പോകുന്നത്? അവൻ്റെ അഭിനയം കണ്ട് എനിക്ക് മടുത്തു. അമ്മേ, ദുഷ്ടൻ എപ്പോഴും ദുഷ്ടൻ തന്നെയായിരിക്കണമെന്ന് ഉണ്ടോ? ചിലപ്പോൾ അവന് പരിവർത്തനം ഉണ്ടായിക്കൂടെ? സ്ഥിരം ദുഷ്ടനും സ്ഥിരം നല്ലവനുമില്ല അമ്മേ. നല്ലവരിലും പിശാചുക്കളുണ്ട്, ദുഷ്ടന്മാരിലും ദേവന്മാരുണ്ട് ചില നേരത്ത്. ഉണ്ടായിരിക്കാം. എന്നാലും ചാരുവേണ്ട ചന്ദ്രു ഒരു സ്ഥിരം ദുഷ്ടനാ, മാളവിക പറഞ്ഞു. എന്തു തന്നെയായാലും എല്ലാം നാളത്തെ കൊണ്ട് തീരുമല്ലോ. ചാരു വീണ്ടും താഴേക്കോടി. യാത്രയപ്പോൾ സൽക്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ചാരുവിൻ്റെയും ചന്ദ്രുവിൻ്റെയും സുഹൃത്തുക്കൾ അവർ ഇരുവരുടെയും ആദർശ സൗഹൃദത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. എത്ര അപൂർവ ബന്ധം! ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി മരിക്കും, അത്ര സ്നേഹം. ഈ ആധുനിക യുഗത്തിൽ മറ്റൊരിടത്തും കണ്ടെത്താൻ കഴിയാത്ത ആത്മാർത്ഥത. എന്നാൽ സൽക്കാരവേളയിൽ താൻ കാച്ചിയ തകർപ്പൻ ഡയലോഗുകളെക്കുറിച്ച് ഓർത്തപ്പോൾ ചന്ദ്രശേഖർ പൊട്ടിച്ചിരിക്കുകയാണോ ചെയ്തത്. ചാരു, പമ്പര വിട്ടി, നിന്നോട് എനിക്ക് സഹതാപമേ ഉള്ളൂ. എന്നാൽ നിന്റെ പെണ്ണുണ്ടല്ലോ മാളു, ആ സ്വർഗസുന്ദരി, അവളോട് എനിക്കുള്ളത് പകയാണ്, കടുത്ത പക. നിന്നെയും എന്നെയും ഒരിക്കൽ തെറ്റിച്ചത് അവളാണ്. ജീവിതത്തിൽ ആദ്യമായി എന്നെ ഒരാൾ തോൽപ്പിച്ചത് അവളാണ്. എൻ്റെ കയ്യിലെത്തിയിട്ട് എനിക്കൊന്ന് കൊതി തീരെ കാണാൻ പോലും കിട്ടാതെ കടന്നു കളഞ്ഞ ഏക പെണ്ണും അവളാണ്. അവളെ ഞാൻ വെറുതെ വിടില്ല. എൻ്റെ കാൽ ചുവട്ടിലിട്ട് ചവിട്ടി മെതിക്കും, അവളെ മാത്രം. നിന്റെ കുഞ്ഞിനെ ഞാൻ ഒഴിവാക്കിയേക്കാം, പക്ഷേ അവൾ എൻ്റെ ഇരയാണ്. കണ്ണിൽ അഹന്തയുമായി നടക്കുന്ന എല്ലാ പെണ്ണിനോടും എനിക്ക് പകയാണ്. എങ്കിലും നിന്റെ മാളവികയെ പോലൊരു അഹങ്കാരിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അവളെയൊക്കെ പൂജിക്കാൻ നിന്നെ പോലെയുള്ള പെക്കുടുകൾക്ക് കഴിയൂ. എന്നെ പോലെയുള്ള ആണുങ്ങൾക്ക് അത് സാധിക്കില്ല. മാളവിക, നിനക്കായി ഞാൻ സൂക്ഷിച്ചിട്ടുള്ളത് എന്താണെന്ന് ഉടനെ നിനക്ക് മനസ്സിലാകും. ചന്ദ്രശേഖർ പല്ലി ഞെരിച്ചു. പിറ്റേന്ന് രാവിലത്തെ ഫ്ലൈറ്റ് ചന്ദ്രശേഖരെ യാത്ര അയക്കാൻ ചാരു എയർപോർട്ടിലെത്തി. അവരുടെ മറ്റു രണ്ട് സുഹൃത്തുക്കൾ കൂടി വന്നിരുന്നു, അസീസും തോമസ് മാനും. എന്നാൽ ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന് അല്പം മുമ്പ് ചന്ദ്രശേഖർ അസീസിനോടും തോമസ് മാനോടും പറഞ്ഞു, അസീസും തോമസും വേണമെങ്കിൽ പോയിക്കോ. ചാരു ഉണ്ടല്ലോ, പോകും മുമ്പ് അവന് ചില കാര്യങ്ങൾ എനിക്ക് ചുമതലപ്പെടുത്താനും ഉണ്ടായിരുന്നു. അല്പം കോൺഫിഡൻഷ്യലാണ്. ആൾ റൈറ്റ്. അസീസും തോമസ് മാനും ഉടനെ സ്ഥലം വിട്ടു. അവർ പോയ ഉടനെ ചന്ദ്രശേഖർ പറഞ്ഞു, ചാരു, നിന്നോട് യാത്ര പറയാൻ ഞാൻ അശക്തനാണ്. അസീസിൻ്റെയും തോമസിൻ്റെയും മുന്നിൽ എൻ്റെ ദൗർബല്യം പ്രകടമാക്കാനും എനിക്കിഷ്ടമല്ലായിരുന്നു. അതാണ് ഞാൻ അവരെ പറഞ്ഞയച്ചത്. എന്നാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു, നീ നോക്കി നിൽക്കുമ്പോൾ എനിക്ക് പോയി വിമാനത്തിൽ കയറാൻ പറ്റില്ലെന്ന്, നിന്നെ വിട്ടുപോകാൻ എനിക്ക് കഴിയില്ലെന്ന്. അതുകൊണ്ട് നീയും നേരത്തെ പോയിക്കോളൂ. നീ എന്തിനേറെ വിഷമിക്കുന്നു ചന്ദ്രു? ഈ ആധുനിക യുഗത്തിൽ ദൂരം ഒരു പ്രശ്നമല്ലെന്ന് നിനക്കറിയില്ലേ? എല്ലാം ശരിയാണ്, എന്നാലും നീ പോയിക്കോ. എനിക്ക് സന്തോഷമായി ഇവിടം വിടാൻ നിന്റെ സ്നേഹത്തിൻ്റെ മുഖം ഒരു തടസ്സമായിരിക്കും. അസീസിനോടും തോമസിനോടും ഫ്ലൈറ്റ് പുറപ്പെട്ട ശേഷമാണ് നീ മടങ്ങിയെത്തിയതെന്ന് പറഞ്ഞാൽ മതി. നേരത്തെ പോയി എന്നറിഞ്ഞാൽ അവർ നിന്റെ സ്നേഹത്തെ ചിലപ്പോൾ സംശയിച്ചേക്കും. മാളവികയോടും അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. ഒടുവിൽ ചാരുവിനെ അനുസരിക്കേണ്ടി വന്നു. ഫ്ലൈറ്റ് പറന്നുയർന്ന ശേഷമാണ് താൻ മടങ്ങിപ്പോകുന്നതെന്നായിരുന്നു അവൻ അസീസിനോടും തോമസ് മാനോടും പറഞ്ഞത്. എന്നാൽ മാളവികയോട് സത്യം തന്നെയാണ് പറഞ്ഞത്. ഞാനിത് വിശ്വസിക്കില്ല, മാളവിക പറഞ്ഞു. ചാരുവേട്ടനോട് യാത്ര പറയാനുള്ള വിഷമം കൊണ്ടൊന്നും ആയിരിക്കില്ല അയാൾ ചാരുവേട്ടനെ നേരത്തെ പറഞ്ഞയച്ചത്.
ചാരുവേട്ടൻ നേരത്തെ പോന്നിട്ട് അയാൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നിരിക്കും. എങ്ങനെയും ആകട്ടെ, അവനിനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കില്ലല്ലോ. ചാരു മാളവികയെ ആശ്വസിപ്പിച്ചു. ആ ആശ്വാസത്തിലാണ് മാളവിക ഉറങ്ങിയതും. എന്നാൽ ഏതാണ്ട് പാതിരാവായപ്പോൾ അയ്യോ അമ്മേ എന്ന ചാരുവിൻ്റെ അലറിക്കരച്ച കേട്ട് മാളവിക ഞെട്ടി ഉണർന്നു. മുറിയിൽ വെളിച്ചമില്ല. മൊത്തം ഇലക്ട്രിക് സപ്ലൈ പോയതുപോലെ. അമ്മേ, മാളു! തൊട്ടരികിൽ നിന്ന് വീണ്ടും ചാരുവിൻ്റെ നിലവിളി. എന്ത് പറ്റി ചാരുവേട്ടാ എന്ന് ചോദിച്ചുകൊണ്ട് മാളവിക തലയിണയുടെ കീഴിൽ നിന്നും ടോർച്ച് എടുത്ത് തെളിച്ചു. ചോരയിൽ കുളിച്ച് കിടക്കയിൽ കിടന്ന് പിടയുകയാണ് ചാരുദത്തൻ. ചാരുവേട്ടാ! ഹൃദയം പൊട്ടിയെന്നോണം മാളവിക വിളിച്ചു. എന്നെ ആരോ? ചാരുദത്തൻ ഞരങ്ങി. അപ്പോൾ തൊട്ടടുത്ത മുറിയിൽ നിന്ന് അമ്മ വിളിച്ചു ചോദിച്ചു. എന്തു പറ്റി മക്കളെ? ഇരുട്ടിൽ നിന്നുമാണ് ചോദ്യം. കൂരിരുട്ട്. ടോർച്ചിൻ്റെ പ്രകാശപരിധിയിൽ പെടുന്നിടമല്ലാതെ ഒന്നും കാണാൻ വയ്യ. മാളു, ടോർച്ച് അണയ്ക്കല്ലേ, ആളിവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, ചാരുദത്തൻ അറിയിച്ചു. പെട്ടെന്നാണ് സ്റ്റെയർ കേസിലൂടെ ആരോ ഓടിമറിയുന്ന ശബ്ദം കേട്ടത്. സ്റ്റീൽ പടികളിൽ ധൃതിയിൽ ഷൂ പതിയുന്ന ശബ്ദം. ഉടൻ മാളവിക ടോർച്ചുമായി പുറത്തേക്ക് ഓടി. വിരിയൻ കോണി വഴി ആരോ ഓടിയിറങ്ങുന്നു. ടോർച്ചിൻ്റെ പ്രകാശത്തിൽ നിന്നും ഒളിക്കാനായി ആൾ തിരക്കിട്ട് പായുകയാണ്. കറുത്ത സ്യൂട്ടാണ് ധരിച്ചിരിക്കുന്നത്. ഉച്ചിയിൽ മാത്രമായി അല്പം കഷണ്ടി. മാളവികയിൽ ഒരു നടുക്കമുണ്ടായി. താഴെ എത്തിയതും ആളൊന്ന് തിരിഞ്ഞു നോക്കി, മിന്നലിൻ്റെ വേഗത്തിൽ. ആ ചെറു നിമിഷം കൊണ്ട് മാളവിക വ്യക്തമായും ആ മുഖം കണ്ടു. വിശേഷിച്ചും ആ കലങ്ങിയ കണ്ണുകൾ. കഴിഞ്ഞ പകൽ അറബി നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറിയ ആൾ ചന്ദ്രശേഖർ. അടുത്ത നിമിഷം ആൾ അപ്രത്യക്ഷനായി. ഗേറ്റിന് വെളിയിൽ ഒരു ബൈക്ക് സ്റ്റാർട്ടാവുന്ന ശബ്ദം. മാളവിക തിരിഞ്ഞോടി തങ്ങളുടെ കിടക്കറയിലേക്ക്. ടോർച്ച് തെളിച്ചു പിടിച്ച് അവൾ ചാരുദത്തനെ വിളിച്ചു. പക്ഷേ ചാരുവിൻ്റെ ശരീരം നിശ്ചലമായി കഴിഞ്ഞിരുന്നു. മാളവിക ടെലിഫോണിനരികിലേക്ക് കുതിച്ചു. ആദ്യം തങ്ങളുടെ കുടുംബ ഡോക്ടറായ വർമ്മയിലേക്കാണ് ഫോൺ ചെയ്തത്. ഉടനെ എത്തണം, ചാരുവേട്ടൻ ആരോ കുത്തി, അബോധാവസ്ഥയിലാണ്. പിന്നെ DYSP മുരളീധരൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ഒന്ന് വേഗം വരണേ എൻ്റെ ചാരുവേട്ടൻ. വാചകം പൂർത്തിയാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. റിസീവർ ക്രാഡിലിട്ടിട്ട് അവൾ വീണ്ടും ചാരുദത്തൻ്റെ അരികിലെത്തി. നിർഗർഭിണിയായിരുന്ന അവൾ അപ്പോഴേക്കും ഭയത്താലും സങ്കടത്താലും കുഴഞ്ഞു പോയിരുന്നു. എങ്ങനെയോ തപ്പിത്തളഞ്ഞ് അമ്മയും മുറിയിലെത്തി. മോനെ, മോളെ! ആരാ നിലവിളിച്ചത്? എന്താ പറ്റിയത്? എങ്ങനെയാ ലൈറ്റ് പോയത്? അമ്മേ, എൻ്റെ ചാരുവേട്ടൻ! മാളവിക അലറിക്കരഞ്ഞു. മറ്റൊന്നും അവൾക്ക് കഴിയുമായിരുന്നില്ല. ടോർച്ചിൻ്റെ വെട്ടത്തിൽ മകനെ അമ്മ കണ്ടു. അയ്യോ, ആരാണ് എൻ്റെ മോനോടിത് ചെയ്തത്? വിവരം മനസ്സിലായതോ അമ്മ ചാരുദത്തൻ്റെ ശരീരത്തിൽ വീണ് അലമുറയിടാൻ തുടങ്ങി. എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണേ, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണേ, ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ലാത്ത എൻ്റെ കുഞ്ഞിനെ. കിതപ്പിൽ അമ്മയ്ക്ക് ശബ്ദം നഷ്ടമായി. അല്പം കഴിഞ്ഞപ്പോൾ താഴെ ഒരു കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. DYSP മുരളീരാജാണ് എത്തിയത്. ചാരുദത്തൻ്റെ വീട്ടിൽ മാത്രമായിരുന്നു വൈദ്യുതി ഇല്ലാതിരുന്നത്. ടോർച്ചുമായി ഓടി നടന്ന് മുരളീരാജ് എല്ലായിടവും പരിശോധിച്ചു. ഒടുവിൽ പുറത്തെ ഫ്യൂസ് ഫ്ലഗ് ഊരി മാറ്റിയിരിക്കുന്നത് കണ്ടെത്തി. അത് കുത്തിയതോടെ മുറികളിലെല്ലാം വിളക്കുകൾ തെളിഞ്ഞു. അപ്പോഴേക്കും ഡോക്ടർ വർമ്മയും എത്തി. അമ്മയെയും മാളവികയെയും പിടിച്ചു മാറ്റിയ ശേഷം അദ്ദേഹം ചാരുദത്തനെ വിശദമായി പരിശോധിച്ചു. കുറേ നിമിഷങ്ങൾ കുഞ്ഞ ശിരസോടെ ഡോക്ടർ വർമ്മ എഴുന്നേറ്റു. ആരെയും നോക്കാതെ ആരോടും നില്ലാതെ അറിയിച്ചു, ബാഡ് ലക്ക്. ആ വാക്ക് പുറത്തു വീണതും എൻ്റെ ചാരുവേട്ട എന്ന നിലവിളിയോടെ മാളവിക കൊഴിഞ്ഞു താഴെ വീണു. ഉടൻ മുരളീരാജ് ഓടിയെത്തി അവളെ താങ്ങി. എൻ്റെ മോൻ പോയല്ലോ. മാളവികയെയും മുരളീരാജിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ ഉച്ചത്തിൽ ആങ്ങലടിച്ചു. അമ്മയെയും മാളവികയെയും അടുത്ത മുറിയിൽ കൊണ്ടുപോയി കിടത്തിയ ശേഷം മുരളീരാജ് വീണ്ടും ചാരുദത്തൻ്റെ ജഡം കിടക്കുന്ന കിടക്കറയിലെത്തി. മുരളീരാജ് ഫോൺ ചെയ്തതനുസരിച്ച് അപ്പോഴേക്കും ഒരു ജീപ്പും വാനും നിറയെ പോലീസ് അവിടെ എത്തിയിരിക്കുന്നു. എല്ലാവരും ചേർന്ന് ബംഗ്ലാവും പരിസരവും മൊത്തം വിശദമായി പരിശോധിച്ചു. പൈപ്പ് ലൈൻ വഴിയാണ് കൊലപാതകി മുകൾ നിലയിലെത്തിയതെന്ന് പോലീസ് ഊഹിച്ചു. തുറന്നു കിടന്നിരുന്ന ജനലിൻ്റെ ഇരുമ്പ് കമ്പികൾ വളച്ചാണ് ടെറസിൽ നിന്നും കിടക്കറയിൽ പ്രവേശിച്ചത്. ഒരു നീളൻ കടാര ഉപയോഗിച്ചാവണം കഴുത്തിൽ പലയിടത്തായി ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കിയത്. തൻ്റെ ഇര ഒരു തരത്തിലും രക്ഷപ്പെടരുതെന്ന് കൊലപാതകി മനഃപൂർവ്വം ആഗ്രഹിച്ചിരുന്നതായി വേണം കരുതാൻ. പിറ്റേന്ന് വിരലടയാള വിദഗ്ധരെത്തി. കൊലപാതകിയുടേതായി യാതൊന്നും കണ്ടുകിട്ടിയില്ല. ഇരു കൈകളിലും ഉറകൾ ധരിച്ചിരിക്കണം. തികച്ചും ആസൂത്രിതമായ കൊല. തെളിവിനായി ഒരു മുടിനാർ പോലും ഉപേക്ഷിക്കാതെ വിദഗ്ധമായി രക്ഷപ്പെട്ടിരിക്കുന്നു. ഇനി പോലീസിന് ആവുക സംശയിക്കപ്പെടുന്നവരെ രഹസ്യമായി പഠിക്കുക മാത്രമാണ്. രണ്ടാം ദിവസമാണ് ചാരുദത്തൻ്റെ അമ്മയ്ക്ക് ബോധം തെളിഞ്ഞത്. മുരളീരാജ് ചോദ്യം ചെയ്തപ്പോൾ അമ്മ വിങ്ങിപ്പൊട്ടി കരഞ്ഞു. എനിക്കൊന്നും അറിയില്ല. കുട്ടികളുടെ നിലവിളി കേട്ട് തപ്പിത്തറഞ്ഞാണ് ഞാൻ മുറിയിലെത്തിയത്. ടോർച്ച് തെളിച്ചപ്പോഴാണ് എൻ്റെ മോൻ ചോരയിൽ കുളിച്ച് കിടക്കുന്നത് ഞാൻ കണ്ടത്. അമ്മയ്ക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ആരെയാണ് ഞാൻ സംശയിക്കുക? സംശയിക്കേണ്ടനായി ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അവൻ സ്ഥലം വിട്ടു പോവുകയും ചെയ്തു. ഇവിടെ ഇപ്പോൾ എൻ്റെ മോന് ആരും ശത്രുക്കളില്ല. എല്ലാവർക്കും അവൻ പ്രിയപ്പെട്ടവനായിരുന്നു. ആരെയും ദ്രോഹിക്കാത്തവൻ.
പരമസാധു, ലോകത്തിൻ്റെ കളങ്കങ്ങളൊന്നും അറിയാത്തവൻ. ആരെയും അവൻ എളുപ്പം വിശ്വസിക്കും. എത്ര ദ്രോഹം ചെയ്തവനായാലും വന്നു മാപ്പു പറഞ്ഞാൽ അവൻ്റെ മനസ്സലിയും. അമ്മ ഏങ്ങലടിച്ചു. പിന്നെയും ഒരു ദിവസം കൂടി കഴിഞ്ഞാണ് അബോധാവസ്ഥയിൽ നിന്നും മാളവിക കണ്ണു തുറന്നത്. അപ്പോഴേക്കും അവൾക്ക് ലേബർ പെയിൻ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഉടൻ തന്നെ മാളവികയെ അടുത്തുള്ള നേഴ്സിംഗ് ഹോമിലേക്ക് മാറ്റി. അന്ന് ഉച്ചയോടെ അവൾ അഴകും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകി. ചാരിത്രത്തിൻ്റെ തൽസ്വരൂപം. രാത്രി 8 മണിയോടെ DYSP മുരളീരാജ് മാളവികയെ കാണാൻ നേഴ്സിംഗ് ഹോമിലെത്തി. കുഞ്ഞിന് പാൽ നൽകിയ ശേഷം വിശ്രമിക്കുകയായിരുന്നു മാളവിക. മാളവികയ്ക്ക് ഇപ്പോൾ സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ? മുരളീരാജ് വാത്സല്യപൂർവ്വം അവളോട് ആരാഞ്ഞു. ഇല്ല മുരളിയേട്ടാ, ഒട്ടും ബുദ്ധിമുട്ടില്ല. ക്ഷീണം തീരെയില്ല. നമുക്ക് കേസിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. എനിക്കും അതേക്കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. സത്യത്തിൽ മുരളിയേട്ടന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. സന്തോഷം. ഞാൻ വിചാരിച്ചത് മാളവിക തളർന്നു ഒന്നിനുമാവാത്ത അവസ്ഥയിലായിരിക്കുമെന്നാണ്. എനിക്കിനി തളരാനാവില്ല മുരളിയേട്ടാ. അല്ലെങ്കിൽ ഞാനിനി തളരാൻ പാടില്ല. എൻ്റെ മോനില്ലേ, അവന് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ചാരുവേട്ടൻ്റെ അമ്മയില്ലേ, എല്ലാം നഷ്ടപ്പെട്ട അമ്മ. ആ അമ്മയെ ആശ്വസിപ്പിക്കാനും ഞാനല്ലേ ഉള്ളൂ. ഞാൻ തളർന്നു കിടന്നുകൊണ്ടോ കുറേയധികം കരഞ്ഞതുകൊണ്ടോ എൻ്റെ ചാരുവേട്ടൻ തിരിച്ചു വരില്ല. വേണമെങ്കിൽ എനിക്ക് ആത്മഹത്യ ചെയ്യാം. അതറിയുമ്പോൾ ചാരുവേട്ടൻ്റെ ഘാതകൻ കൂടുതൽ സന്തോഷിക്കും. ഇല്ല, അവനെ ഞാനങ്ങനെ സന്തോഷിപ്പിക്കില്ല. മാളവികയുടെ കണ്ണുകളിൽ അഗ്നി ജ്വലിച്ചു. ചാരുവിനെ കൊന്നത് ആരാണെന്ന് മാളവികയ്ക്ക് വല്ല സംശയമല്ല, ഉറപ്പുണ്ട്. ഉറപ്പോ? എങ്ങനെ? ഞാൻ ആ ദുഷ്ടനെ കണ്ടു. എൻ്റെ ഈ 2 കണ്ണുകൾ കൊണ്ട് കണ്ടു. സത്യം? സത്യം. ഏത് ഇരുട്ടിലും എത്ര തിരക്കിലും അവനെ തിരിച്ചറിയാൻ എനിക്ക് കഴിയും. ആ കലങ്ങിയ കണ്ണുകൾ. ടോർച്ചിൻ്റെ വെട്ടത്തിൽ ഞാനത് വ്യക്തമായി കണ്ടു. ആരാണ് അയാൾ? എൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതൻ ചന്ദ്രശേഖർ. അയാൾ സ്ഥലത്തില്ലല്ലോ. ആ രാത്രിയിൽ അയാൾ സ്ഥലത്തുണ്ടായിരുന്നു. തലേന്ന് പകൽ അയാൾ ഗൾഫിന് പറന്നതല്ലേ? നിന്റെ ഭർത്താവടക്കം അയാളുടെ കുറേ സ്നേഹിതർ എയർപോർട്ടിൽ ചെന്ന് യാത്ര അയച്ചതല്ലേ? എല്ലാം അയാൾ ഒരുക്കിയ നാടകമായിരുന്നു. നിന്നെപ്പോലെ തന്നെ ആദ്യം എനിക്കും ചന്ദ്രശേഖരെക്കുറിച്ച് സംശയം തോന്നിയതാണ്. എന്നാൽ ഞാൻ എയർപോർട്ടിൽ തിരക്കി. അവിടുത്തെ രേഖകളിൽ ചന്ദ്രശേഖർ തലേന്ന് തന്നെ ഗൾഫിന് പറന്നിരിക്കുന്നു. ചന്ദ്രശേഖരെ യാത്ര അയച്ചതായി നിന്റെ ഭർത്താവ് തന്നെ ചിലരോട് ഫോണിൽ വിളിച്ച് അറിയിക്കുകയും ചെയ്തിരുന്നു. എല്ലാം ശരിയാണ്. പക്ഷേ അതെല്ലാം ചന്ദ്രശേഖരുടെ ഏർപ്പാടായിരുന്നു. ഫ്ലൈറ്റ് പുറപ്പെടും മുമ്പെയാണ് ചാരുവേട്ടൻ എയർപോർട്ടിൽ നിന്നും മടങ്ങിയത്. ചാരു അങ്ങനെ പറഞ്ഞിരുന്നോ? ഉവ്വ്. DYSP മുരളീരാജ് സ്തബ്ധനായി. ശരി, ഞാൻ ഒന്നുകൂടി അന്വേഷിക്കാം. അദ്ദേഹം എഴുന്നേറ്റു. പിറ്റേന്ന് ഉച്ചയ്ക്ക് മുരളീരാജ് മാളവികമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടു. ചന്ദ്രശേഖരെക്കുറിച്ച് ഞാൻ വിശദമായി അന്വേഷിച്ചു. ചാരുദത്തൻ കൊല്ലപ്പെട്ടതിൻ്റെ തലേന്നാൾ തന്നെ ചന്ദ്രശേഖർ ഗൾഫിൽ എത്തിയിരുന്നുവെന്നാണ് അറിഞ്ഞത്. അയാൾക്ക് അലിബി നൽകാനും ആളുണ്ട്. ചന്ദ്രശേഖറുമായും ഞാൻ ഫോണിൽ സംസാരിച്ചു. 2 ദിവസം മുമ്പ് പത്രവാർത്തയിലൂടെയാണത്രേ ചാരുവിൻ്റെ ദുരന്തം അയാൾ അറിഞ്ഞത്. അയാൾ വളരെ ദുഃഖിതനാണത്രേ. മുരളിയേട്ടൻ അത് വിശ്വസിക്കുന്നോ? എൻ്റെ വിശ്വാസത്തേക്കാൾ പ്രാധാന്യം തെളിവുകൾക്കാണ്. കള്ളത്തെളിവുകളാണത്. ചന്ദ്രശേഖർ ഗൾഫിൽ പോയതുപോലും ചാരുവേട്ടനെ വകവരുത്തിയിട്ട് ആ കുറ്റത്തിൽ നിന്നും സുഖമായി രക്ഷപ്പെടുന്നതിനാണ്. സത്യം അതായാൽ പോലും തെളിവില്ലാതെ ആരോപിക്കാനാവില്ല. അങ്ങനെ ചെയ്താൽ മനഃപൂർവ്വം ഒരു വ്യക്തിയെ കുറ്റവാളിയാക്കാൻ ശ്രമിച്ചതായി പ്രത്യാരോപണം ഉണ്ടാവും. പേടിയുണ്ടെങ്കിൽ മുരളിയേട്ടൻ കൈ കഴുകിക്കോളൂ. പക്ഷേ ഞാൻ അവനെ വിടില്ല. എൻ്റെ മടിയിൽ കിടക്കുന്ന ഈ ചോര കുഞ്ഞാണേ സത്യം. മാളവിക ശബ്ദത്തിൽ ഫോൺ വെച്ചു. കഥ തുടരും.